വിലകുന്ന ഒരു മാൾ കാണിക്കാനാണ്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. റേറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും കൊണ്ട് വന്ന് നോക്കുക. നല്ല നല്ല കളക്ഷനാണ് ഇവിടെ ഉള്ളത്. പാത്രങ്ങളും പൂക്കളും മൺചട്ടിയും ഒക്കെ നല്ല നല്ല ഐറ്റംസുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ വീഡിയോ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. കമൻ്റായിട്ട് അറിയിക്കണമെങ്കിൽ ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഏതൊക്കെയാണ് ഇഷ്ടമായത്, ഏത് പാത്രങ്ങളാണ് ഇഷ്ടമായതെന്നൊക്കെ ഉള്ളത് കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ ഫാമിലിക്കും കൂട്ടുകാർക്കും മറ്റുള്ളവർക്കൊക്കെ ഇത് ഷെയർ ചെയ്തിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. എനിക്കിഷ്ടമാവും ഇത് കണ്ടാൽ. അവരുടെ റേക്കുമ്പോൾ ഒരുക്കി വെച്ചത് എല്ലാം കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. എനിക്കിഷ്ടമായത് നല്ല ഭംഗിയുണ്ട്. നല്ലപോലെ ഒതുക്കി റെഡിയാക്കി വെച്ചതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഭംഗി. ഞാൻ പത്രങ്ങൾ എടുത്തിട്ടില്ല, എന്നാലും കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്, നല്ലൊരു ഭംഗിയാണ്. രണ്ടാമത്തെ നിലയിലാണ് ഈ പാത്രങ്ങളൊക്കെ ഉള്ളത്. ആദ്യത്തെ പച്ചക്കറി അങ്ങനത്തെ ഐറ്റംസുകൾ, മിഠായി ഒക്കെയാണ്. അതിന് വീഡിയോസ് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഒക്കെ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾ മാക്സിമം നിങ്ങൾ കമൻ്റ് അറിയിക്കുക. ഏത് അതാണ് ഇഷ്ടമായത് എന്നുള്ളത്, ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. കമൻ്റ് നിങ്ങൾ അറിയിക്കണം, മിക്കയായിട്ട് കമൻ്റ് നിങ്ങൾ അറിയിക്കണം. പിന്നെ നിങ്ങൾ സപ്പോർട്ട് എന്തായാലും വേണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ വിജയം. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. നല്ല ഭംഗിൻ്റെ കൂടെ കാണാൻ ആ ദോശച്ചട്ടിയും നല്ല ഭംഗിൻ്റെ കറണ്ടിൻ്റെ അടുപ്പും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി തന്നെയുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. ഒരുക്കി വെച്ചതൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. നിങ്ങൾക്കിത് ഇഷ്ടമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇഷ്ടമാതിരിക്കില്ല, തന്നെയാണ് ഒന്ന് നോക്കുക. നല്ല ഇഷ്ടമാവും നിങ്ങൾക്ക്. നല്ല നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ. മനസ്സിന് കുളിരാണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ. അത്രയ്ക്ക് നല്ലൊരു ഭംഗിയാണ് ഒക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ കമൻ്റ് എന്തായാലും അറിയിക്കണം. അതാണ് മുഖ്യമാണ്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായത്, ഏത് പത്രമാണ് ഇഷ്ടമായത് ഒക്കെ ഉള്ളത് കമൻ്റ് അറിയിക്കണം. അപ്പോൾ ഇതിൻ്റെ വില ഒക്കെ ഓരോന്നും കാണിക്കുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. അപ്പോൾ ഓരോന്നിൻ്റെ വില റേറ്റൊക്കെ ഞാൻ അതിമ്പോൾ തന്നെ ഉണ്ട്. ചിലതിൻ്റെയൊക്കെ കാണിക്കുന്നുണ്ട്, വലിയതിൻ്റെ അങ്ങനെ കാണിക്കണില്ല, ചോദിച്ചിട്ടില്ല. ഞാൻ ചിലതിൻ്റെ ഒക്കെ കാണിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് റേറ്റ് എന്നൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്തായാലും വേണ്ടത്. സപ്പോർട്ട് എന്തായാലും ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വലിയകുന്നാണ് ഈ മാളുള്ളത്. വലിയകുന്ന് മാളിലാണ്. നല്ല മരത്തിൻ്റെ കയ്യിലൊക്കെയാണ്. അതായത് ഈ ദോശയൊക്കെ ചൂടുമ്പോഴൊക്കെ മരത്തിൻ്റെ പറ്റിയ കയ്യിൽ നല്ല ഗ്ലാസ്സുകളാണ്, കപ്പുകളാണ്. ചായ കുടിക്കാനും വെള്ളം കുടിക്കാനൊക്കെ പറ്റിയ കപ്പുകളാണ്. അധികം കുടിക്കാൻ നല്ല പാത്രങ്ങളും ഒക്കെയാണ്. എന്തായാലും ഇഷ്ടമാവും. എന്നാൽ സോപ്പും പെട്ടി, ബക്കറ്റുകൾ ഒക്കെയാണ് ഇവിടെ കാണുന്നത്. നല്ല നല്ല ബക്കറ്റുകളാണ്. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ്, നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ്. ചിലത് ക്വാളിറ്റി കുറഞ്ഞൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് അങ്ങനെയല്ല, ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള ഒക്കെ നല്ല കളർഫുള്ളായിട്ടുള്ളതാണ്. എന്തായാലും കുപ്പികളും ചില്ലിൻ്റെ കുപ്പിയാണ്. അതിൻ്റെ റേറ്റാണ് കാണുന്നത്. ഓരോന്നിൻ്റെ ഫുള്ളിൻ്റെ റേറ്റൊന്നും കാണിക്കണില്ല, കുറച്ച് ചെറിയതിൻ്റെ ഒക്കെ റേറ്റുള്ള കാണിക്കുന്നത്. അപ്പോൾ അറിയണില്ല റേറ്റ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് റേറ്റും നോക്കുക, ഏതൊക്കെ റേറ്റ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. നിങ്ങൾ സപ്പോർട്ട് എന്തായാലും ചെയ്യണം, അതാണ് മുഖ്യം വേണ്ടത്. ഇത് പാത്രം ബേക്കറിയൊക്കെ ഇട്ടൊക്കെ പാത്രങ്ങളാണ്. ഇത് കുപ്പികളും അച്ചാറൊക്കെ ആക്കി വെക്കാൻ പറ്റുക. ഇതും ബേക്കറിയൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ചെറിയ വലുതും ചെറുതും അങ്ങനെ പല മോഡലുകളായിട്ടുള്ളതാണ്. ഇത് ടിന്നിന് എണ്ണയൊക്കെ ആക്കാൻ പറ്റിയ ടിന്ന്, കുടം, ബക്കറ്റുകളാണ് പല കളറിലും
ബക്കറ്റുകൾ നീല, ചുവപ്പ്, റോസ്, പച്ച, പീക്കോക്ക് പച്ച, അങ്ങനെ പല കളറിലാണ് ബക്കറ്റുകളാണ് ഇവിടെ കാണുന്നത്. നല്ല ഭംഗി തന്നെയാണ്. ഇവിടെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗി തന്നെ ഉണ്ട്. ഇത് വിളക്കുകളാണ്. അതായത് ഹിന്ദു വീട്ടീസൊക്കെ തൂക്കിയിടുന്ന ആ വിളക്കുകളൊക്കെയാണ് എണ്ണത്തിരി വെച്ച് കത്തിക്കുന്ന വിളക്കുകളാണ് കാണുന്നത്. ഇത് കുപ്പികളാണ്. അച്ചാറും മറ്റു ഐറ്റംസുകളൊക്കെ പൊടികളൊക്കെ ആക്കി വെക്കാൻ പറ്റുന്ന ഇത് പാത്രങ്ങളാണ്. സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ്. ഡപ്പയാണ്, ചോറും ഡപ്പയാണ് ഈ കാണുന്നത്. സ്റ്റീലിൻ്റെ ചോറും ആക്കാൻ പറ്റിയ ഡപ്പയാണ് കാണുന്നത്. ഒത്തിരി കളക്ഷൻ്റെ പല ഐറ്റംസും പല മോഡലിലാണ്. ഇത് വലിയതാണ്. പല തട്ടുകളുള്ള ആ പാത്രമാണ് ഈ കാണുന്നത്. 4-5 ചോറും ഉപ്പേരി കൂട്ടാനൊക്കെ ഒരു ഇതാക്കുന്ന ട്രേയാണ് പാത്രമാണ് കാണുന്നത്. ഇതും നല്ല പാത്രം തന്നെയാണ്. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ. ഒത്തിരി കളക്ഷനാണ് ഇവിടെ ഉള്ളത്. ഐറ്റംസുകളാണ് ഇവിടെ ഉള്ളത്. നല്ല നല്ല ഐറ്റംസുകളാണ് ഇവിടെ ഉള്ളത്. ഇത് കലങ്ങളാണ്. അതായത് കുടുക്കകൾ, കലങ്ങൾ, അങ്ങനത്തെ ഐറ്റംസുകളാണ്. ഇഡ്ഡലി പാത്രങ്ങൾ, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് ഉള്ളത്. കുക്കർ, അങ്ങനത്തെ അതിൻ്റെ ഒക്കെ ഐറ്റംസ്. പൂക്കളൊക്കെയാണ് പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റോക്കേഴ്സിലൊക്കെ വെക്കാനും നമുക്ക് സമ്മാനങ്ങളായിട്ട് കല്യാണത്തിനും സമ്മാനങ്ങളായിട്ട് കൊടുക്കാൻ പറ്റിയ പൂക്കളും ഇതൊക്കെയാണ്. കുട്ടികൾക്ക് ബർത്ത്ഡേ ആയിട്ട് കൊടുക്കുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ ടോയ്സ് ഐറ്റംസുകളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി പൂക്കളാണ്. ഷോക്കേസിൽ ടേബിളുമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല പൂക്കൾ, നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളാണ്. പല സൈസ് പൂക്കളുമുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. പൂക്കളൊക്കെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒറിജിനലാണോ എന്ന്. പക്ഷെ ഒറിജിനലല്ല, അതിൻ്റെ പ്ലാസ്റ്റിക്കാണിത്. ഒറിജിനലിന് വേണ്ടുന്ന ഐറ്റംസാണ് ഇത്. പ്ലാസ്റ്റിക്കിൻ്റെയാണ് ഈ കാണുന്ന പൂക്കൾ. എനിക്ക് നല്ല ഇഷ്ടമായി പൂക്കളൊക്കെ കാണുമ്പോൾ. ഒത്തിരി പൂക്കളുണ്ടായിരുന്നു. നല്ല നല്ല ഭംഗിയുണ്ട് പൂക്കൾ കാണാൻ. കണ്ണെടുക്കാതെ അതിന്മേൽ തന്നെ നോക്കിപ്പോവും. അത്രക്കും നല്ല ഭംഗിയാണ് ആ പൂക്കളൊക്കെ കാണുമ്പോൾ തന്നെ. എന്തൊരു ഭംഗിയാണെന്നറിയോ ഇതൊക്കെ കാണാൻ. മനസ്സിന് കുളിരാണ്. ഇപ്പോൾ ഇങ്ങനത്തെ പൂക്കളൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി തന്നെയാണ്. ഭംഗി എടുത്ത് പറയുന്നത് വേണം. അത്രക്കും നല്ല ഭംഗി തന്നെയാണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ. പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോന്നിൻ്റെ റേറ്റ് എടുത്തിങ്ങനെ കാണിക്കേണ്ട പറയുന്നില്ല, അവിടുത്തെ ഇങ്ങനെ കാണിക്കുകയാണ്. പല കളറിലാണ് പൂക്കളുള്ള. മഞ്ഞ, വെള്ള, അതുപോലെ റോസ് കളറിലാണ് പൂക്കളുള്ളത്. നല്ല ഭംഗി തന്നെയാണ്. നല്ല പാത്രങ്ങൾ, ഉപ്പേരിയൊക്കെ വിളമ്പാൻ പറ്റിയ അന്ന് ചെറിയ പാത്രങ്ങളാണ് ഈ കാണുന്നത്. അതിൻ്റെ റേറ്റാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. റേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. റേറ്റ് പല കളറിലും പല ഡിസൈൻസിലും ഒക്കെ ഉള്ള പാത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. നല്ല നല്ല പാത്രം, നല്ല വെറൈറ്റി ഡിസൈൻസിലുള്ള പാത്രമാണ് ഇതൊക്കെ ഉള്ളത്. നല്ല വെറൈറ്റി. ഇത് ബ്ലാക്കിലാണ് മനസ്സിലായത്, കറുപ്പിലാണ് വന്നിട്ടുള്ളത്. നല്ല ഡിസൈൻസാണ്. വ്യത്യസ്ത ഡിസൈൻസുള്ള പാത്രങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഡിസൈനൊക്കെ കാണുന്നത്. നല്ല വെറൈറ്റി ഡിസൈൻ, ഒരു ഇലയുടെ ഒക്കെ രൂപത്തിലുള്ള ഒരു ഡിസൈനാണിത്. നല്ല ഭംഗിയുണ്ടാകുക കാണാൻ. ഭംഗി നല്ല ഭംഗി തന്നെയാണ്. ഇതൊക്കെ നല്ല ഇലയുടെ വൈറ്റിലാണ് വന്നിട്ടുള്ളത്. വെള്ളയിലാണ് വന്നിട്ടുള്ളത്. നല്ല ഇലയുടെ ഭംഗിയായിട്ട് ഗോൾഡൻ കളറും ഇതായിട്ട് ചിക്ക് കളറും ഒക്കെ ആയിട്ടുള്ള ഒരു ഇതാണ് ഡിസൈൻസാണ് വന്നിട്ടുള്ളത്. അതിന് ഉപ്പേരി വിളമ്പാൻ പറ്റിയ കുറച്ച് വലിപ്പമുള്ള പാത്രം, കറിയൊക്കെ വിളമ്പാൻ പറ്റിയ വലിപ്പമുള്ളൊരു പാത്രമാണ് ഈ കാണുന്നത്. ഇത് ചോറ് വിളമ്പാൻ പറ്റിയ നല്ല പാത്രങ്ങളാണ്. പൂക്കളും നല്ല ഡിസൈൻസ്, നല്ല നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ.
ഒത്തിരി ഡിസൈൻസ് ആയിട്ടാണ് പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അതിന് പ്ലെയിനാണ്, അത് പ്രിൻ്റഡും ഉണ്ട്, പ്ലെയിനും ഉണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒത്തിരി കളക്ഷൻസാണ്, ഒത്തിരി ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. നല്ല ഭംഗിയുള്ള സ്പൂണ്, കയ്യിൽ അങ്ങനത്തെ ഐറ്റംസാണ്. ഇതൊക്കെ നല്ല പാത്രങ്ങളൊക്കെ തന്നെയാണ്. ബിരിയാണി പോട്ട് അങ്ങനത്തെ പാത്രങ്ങളാണ് ഇത്. നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വരാത്തവരൊക്കെ ഇവിടെ വന്ന് നോക്കുക, ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇനി പുതിയ വീടിരിക്കുന്നവർക്കും കുടിയിരിക്കുന്നവർക്കും മറ്റുള്ളവർ സമ്മാനമായി കൊടുക്കുന്നവർക്കൊക്കെ ഇവിടെ വന്നിട്ട് വന്ന് നോക്കാം. അവർക്കൊക്കെ ഇഷ്ടമാവും. എന്താണ് കണ്ടാൽ നിങ്ങൾ എടുക്കാതെ ഇരിക്കില്ല, അത്രക്കും നല്ല ഭംഗി. ഉള്ളി മുളക് ഇതൊക്കെ കുത്തിച്ചതക്കുന്ന ചെറിയൊരു അമ്മി പോലത്തെ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഒത്തിരി കളക്ഷൻസാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നല്ല ഭംഗി തന്നെ, ഭംഗിയുണ്ട്. തിരുമ്പാൻ ഉപയോഗിക്കുന്ന കല്ലാണ് ഈ കാണുന്നത്. തിരുമ്പുന്ന കല്ല് നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്ത് വെക്കുന്നത്. ചെറിയൊരു ടേബിളാണ്, കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. ഒരു ടോയ്സാണ് കുട്ടികൾ കളിക്കുന്ന. പിന്നെ പാവകളും പല ടോയ്സുകളാണ്. സമ്മാനങ്ങളായിട്ടൊക്കെ ബർത്ത്ഡേക്കൊക്കെ സമ്മാനമായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ല നല്ല ഐറ്റംസ് ടോയ്സുകളാണ്. അതുകൊണ്ട് ബർത്ത്ഡേക്ക് അല്ലാതെയും നമുക്ക് കൊടുക്കാം കേട്ടോ, ബർത്ത്ഡേക്ക് മാത്രമല്ല അല്ലാതെയും കൊടുക്കാം. നല്ല നല്ല ടോയ്സുകളാണ്, നല്ല ബൊമ്മകളാണ്. നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടാതിരിക്കില്ല. അത്രക്കും നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. പല കളറിലും പല ഡിസൈൻ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ടോയ് കാണാനൊക്കെ ഭംഗിയുണ്ട്. പല ഐറ്റംസ് ടോയ്സുകളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈക്കിളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ചെരുപ്പാണ്. പല ഇതിൻ്റെ റേറ്റൊന്നും അങ്ങനെ കാണിക്കുന്നില്ല. ചെരുപ്പ്, ഷൂ ഇതൊക്കെ. ഷൂ ലേഡീസിൻ്റെ ഐറ്റംസ് ഷൂ ആണ്, ചെറിയ കുട്ടികളുടെ ഷൂ ആണ്. ബാഗുകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ് അങ്ങനത്തെ ബാഗുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല ഐറ്റംസും ഡിസൈനും പല പ്രിൻ്റഡും ആയിട്ടുള്ള ബാഗുകളൊക്കെയാണ്. പല കമ്പനിക്കാരുടെ ബാഗുകളൊക്കെയാണ്. ലേഡീസ് ബാഗുകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ലേഡീസിൻ്റെ ബാഗാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഐറ്റംസുകളാണ്, നല്ല ക്വാളിറ്റിയുള്ള, നല്ല സ്റ്റിച്ചിങ്ങൊക്കെ ഉള്ള നല്ലൊരു ബാഗ് ഞാൻ നോക്കിയതാണ്. നല്ല ബാഗുകളാണ്, ചെറുതും വലുതും ആയിട്ട് നല്ല ഐറ്റംസ് ബാഗുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. പല കളറിൽ ആണ് ഇവിടെ ഉള്ളത്. ബോയ്സിൻ്റെ ചെരുപ്പാണ്, ആണുങ്ങളെ ചെരുപ്പാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഐറ്റംസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. കുടയാണ്, കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റിയ കുടയാണ് ആ കണ്ടത്. ഇത് ചവിട്ടികളാണ്. അപ്പോൾ പുതിയ വീടിരിക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടും. അവരൊക്കെ വന്ന് നോക്കുക. ഇനി നിങ്ങൾക്ക് സമ്മാനമായിട്ട് നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിലും ഇവിടെ വന്ന് കയറിയിട്ട് നോക്കുക. കയറി നോക്കിയിട്ട് നല്ല ഐറ്റംസ് വാച്ചും, ഇനി കല്യാണങ്ങൾക്കൊക്കെ സമ്മാനം കൊടുക്കണമെങ്കിലൊക്കെ ഇവിടെ ഉണ്ട്. ബർത്ത്ഡേക്ക് സമ്മാനം കൊടുക്കണമെങ്കിൽ, വീടിരിക്കണമെങ്കിൽ സമ്മാനം കൊടുക്കണമെങ്കിൽ ഒക്കെ ഇത് ഫോട്ടോ ഫ്രെയിമാണ്. ഫോട്ടോ ഫ്രെയിം ചെയ്ത ചില്ലിലിട്ട ഇതാണ് നിങ്ങൾ കാണുന്നത്. നല്ല നല്ല ഡിസൈൻസുകളാണ്, നല്ല ഐറ്റംസിലാണ് അവർ പ്രിൻ്റ് ചെയ്തതും. അത് എല്ലാ മതക്കാർക്കും പറ്റിയതൊക്കെ ഉണ്ട് ഇവിടെ. ഹിന്ദു, ക്രിസ്തു, മുസ്ലിം അവർക്കൊക്കെ പറ്റിയത് ഇവിടെയുണ്ട്. അപ്പം അത്രക്കുള്ള ഭംഗി തന്നെയാണ്, കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്.
ബേബീസിനൊക്കെ പറ്റിയ എല്ലാ ഐറ്റംസുകളാണ് ഇവിടെയുള്ളത്. പ്രസവിച്ച കുട്ടികൾക്കൊക്കെ നല്ല സൈക്കിളാണ്, ബർത്ത്ഡേക്കൊക്കെ കൊടുക്കാൻ പറ്റിയ സൈക്കിളാണ് ഉള്ള. നല്ല ടോയ്സ് ഐറ്റംസുകളാണ് ഈ കാണുന്നത്. നല്ല ഐറ്റംസുകൾ തന്നെയാണ്, എടുത്തെടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. അത്ര നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാൻ തന്നെ. ഒത്തിരി കളക്ഷൻസാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അത്രക്കും നല്ല ഭംഗിയിൽ തന്നെയാണ് അവർ ഒരുക്കിയിട്ടുള്ളത്. തിരുമണ കല്ല്, അതുപോലെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ ടേബിള്. തിരുമണ കല്ല് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുവെക്കാം, ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും കൊണ്ടുവെക്കാം. ഗ്ലാസ്സുകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ആദ്യം കാണിച്ച ഗ്ലാസ്സിൽ സ്റ്റീലിൻ്റെ ഉള്ളിൽ സ്റ്റീലിൻ്റെ ആയിട്ടുള്ള, ഇത് സ്റ്റീലിൻ്റെ ഉള്ള വെള്ള കളറുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടാതിരിക്കില്ല. അത്രക്കും നല്ല ഐറ്റംസിലാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒത്തിരി ഐറ്റംസുകളാണ് ഇവരിവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ കാണേണ്ട കാഴ്ച തന്നെയാണിത്. എല്ലാവർക്കും വന്നാൽ ഇഷ്ടാവാതിരിക്കില്ല. അത്രക്കും നല്ല ഭംഗി തന്നെയാണ് ഇവിടെ ഇതൊക്കെ ഒരുക്കി സെറ്റാക്കിയിട്ടുള്ളത്. ആ തിരുമണ കല്ലിൻ്റെയും ആ ടേബിളിൻ്റെയും റേറ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല കോരികളാണ്, കയ്യിലുകൾ, അതേപോലെ ഈ ചായരിപ്പ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ്. കാരണം കത്രിക മീൻ മുറിക്കുന്ന കത്രിക അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഐറ്റംസ് തന്നെയാണ് ഇവിടെ ഉള്ളത്, അതെടുത്ത് പറയുന്നത് വേണം. നല്ല പാത്രം, നല്ല കപ്പുകൾ, വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. ഇത് ഭരണിയാണ്, നമുക്ക് അച്ചാറുകളൊക്കെ ഇട്ട് വെക്കാം. ഒക്കെ വേറെ പാത്രങ്ങൾ കണ്ടു, ഇതിലും അച്ചാറുകളൊക്കെ ഇട്ട് വെക്കാം. പല ഐറ്റംസിലിട്ട് അച്ചാർ മാത്രമല്ല വേറെ നമുക്ക് എന്താ വെച്ചാൽ ഇട്ട് വെക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അധികം അച്ചാറല്ല അങ്ങനത്തെ ഭരണിയൊക്കെ ഇട്ട് വെക്കാറ് ഉള്ളത്, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ പല ഐറ്റംസുകളും നമുക്ക് ഇട്ട് വെക്കാം. നല്ല ഗ്ലാസ് ചാർക്ക വെറൈറ്റി ഗ്ലാസ്സുകളാണ്, നല്ല നല്ല ഇതാണ് ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇതൊക്കെ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായിട്ടുള്ളത് കമൻറ്റ് ചെയ്യുക. അത് ചൂരലാണ്, എന്നാണ് ടീച്ചേഴ്സിനൊക്കെ പറ്റിയ ചൂരലാണ് ഇത്. റേറ്റ് കാര്യങ്ങളൊക്കെയാണ്, പല ഇതിന് ചൂരലുകളുണ്ട്. ഇതെല്ലാം ജഗ്ഗാണ്, നല്ല ജഗ് കണ്ട മണ്ണീൻ്റെ എന്ന് പറഞ്ഞാൽ മണ്ണീൻ്റെ അല്ല, ഇത് മണ്ണിൻ്റെ അല്ല. നമുക്ക് മണ്ണിൻ്റെ എണ്ണ തോന്നുക, അത് കളർ കണ്ടിട്ട് ഇത് മണ്ണിൻ്റെ അല്ല, വീണ പൊട്ടുന്ന ടൈപ്പുള്ളതാണ്. അപ്പോൾ എടുക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഭയമുണ്ട്, വീണ പൊട്ടുക എന്നുള്ളൊരു ഇതുണ്ട്. എന്നാലും എല്ലാം എടുത്തിട്ടാണ് നിങ്ങൾക്കിതൊക്കെ കാണിച്ചു തരുന്നത്. പത്തിരി പരത്തുന്ന പലകയാണ്, പത്തിരിപ്പലക ആണെന്ന് പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേര് പറയുക അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇവിടെ പോയവരാരൊക്കെ ആണെങ്കിൽ ഉള്ളവരും കമൻറ്റിലൂടെ അറിയിക്കുക. കമൻറ്റുകൾ മുഖ്യമായിട്ട് അറിയിക്കണം, വീഡിയോസ് ഫുള്ളായിട്ട് കാണണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതൊക്കെ സ്റ്റൗവാണ്, ഗ്യാസ് അടുപ്പാണ് ഈ കാണുന്നത്. ബട്ടർഫ്ലൈൻ്റെ ആണ്, ഗ്യാസ് അടുപ്പാണ് ഈ കാണുന്നത്, ബട്ടർഫ്ലൈ. നല്ല ഭംഗിയുള്ള അങ്ങനെ പല ഇതിനുണ്ട്. അധികം ബട്ടർഫ്ലൈൻ്റെയാണ് കാണിച്ചത്. പല കമ്പനിയിൽ ഗ്യാസ് അടുപ്പുകളുണ്ട്, ബട്ടർഫ്ലൈൻ്റെ മാത്രമല്ല വേറെ ഉണ്ട്. നല്ല ഐറ്റംസാണ്. മിക്സിയാണ് ഈ കാണുന്ന, മിക്സിയുടെ ഐറ്റംസുകളൊക്കെയാണ്, പാത്രങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ചെറിയ ചെറിയ പാത്രങ്ങളും മിക്സിയുടെ എല്ലാ ഐറ്റംസുകളും ആണ് ഇവിടെ ഉള്ളത്. ഒത്തിരി ഭംഗി തന്നെയാണ്, അത് എടുത്ത് പറയേണ്ട ഒരു ഇത് തന്നെയാണ്. കുപ്പി ഗ്ലാസ്സുകളും ആ കപ്പുകളൊക്കെയാണ് നിങ്ങൾ കാണുന്ന കുപ്പി ഗ്ലാസ്. വെറൈറ്റി ആയിട്ടുള്ള കുപ്പി ഗ്ലാസ്, ജ്യൂസ് ഗ്ലാസ്, ചായ കറന്ന ഗ്ലാസ്, അങ്ങനെ പല ഐറ്റംസ് ഗ്ലാസ്സുകളാണ് ഇവിടെയുള്ളത്. ഗ്ലാസ്സുകളാണ് ഇവിടെ കാണുന്നത്. അപ്പം നല്ല ഭംഗിയുണ്ട് കപ്പ് പോലത്തെ ചെറിയ ഗ്ലാസ്സുകളും ചായ പറയാൻ പറ്റിയ ഗ്ലാസ്സുകളൊക്കെ നല്ല ചില്ലിൻ്റെ ഒക്കെയാണ്. അപ്പോൾ അത് എടുക്കുമ്പോൾ തന്നെ ഒരു
പേടിയൊക്കെ ഉണ്ട്, വീണ പൊട്ടുമോ അങ്ങനെ പേടിയൊക്കെ ഉണ്ട്. എന്നിട്ട് തന്നെയാണ് എടുക്കുന്നത്. ചില്ലിൻ്റെ പാത്രങ്ങളാണ്. അച്ചാറും മുളക് പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ നല്ല പാത്രങ്ങളാണ്. ചെറിയ ജഗ്ഗാണ് കാണുന്നത്. വെറൈറ്റി ഡിസൈൻസിലാണ്, വെറൈറ്റി മോഡൽസാണ് കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. നല്ല ഭംഗിയുണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ. പല സൈസ് പാത്രങ്ങളാണ്. മുളക് പൊടി, അച്ചാർ എന്ന് പറയുമ്പോൾ അച്ചാർ പല അച്ചാറുകൾ ഇട്ട് വെക്കും. പലവരും പല രൂപത്തിലാണ്, പല നാട്ടിലും പല ഇതിലാണ് ഇട്ടൊക്കെ മുളക് പൊടി അച്ചാറിതൊക്കെ പലതും ഇട്ട് വെക്കാറൊക്കെ. പിന്നെ റേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ട്, അതിന് ശ്രദ്ധിച്ച് നോക്കുക. കമൻറ്റ് എന്തായാലും അറിയിക്കണം, അത് മുഖ്യമാണ്. ഇത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് കമൻറ്റ് അറിയിക്കണം. അപ്പോൾ നല്ല നല്ല ഐറ്റംസുകളും നല്ല ഭംഗിയുള്ളതൊക്കെയാണ് ഇവിടെ കാണുന്നത്. സ്റ്റീലിൻ്റെ പാത്രങ്ങളും ചട്ടികളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഇത് കസാലയാണ്. കസാല സ്റ്റീലിൻ്റെ പാത്രം എന്ന് കാണുന്നത്, അതിൽ മൺപാത്രങ്ങളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അതൊക്കെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് മൺപാത്രങ്ങളാണ് അറിയുന്നത്. മൺപാത്രങ്ങളൊക്കെയുള്ള ടേസ്റ്റ് കൂടുതലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ മൺപാത്രങ്ങളാണ് നിങ്ങൾ കണ്ടത്. സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെയാണ്. സ്റ്റൂള്, പിന്നെ ഡ്രസ്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഇതാണ് പാത്രങ്ങൾ. ആ പെട്ടിയാണ് നിങ്ങൾ കാണുന്നത്. ഡ്രസ്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ബേബീസിൻ്റെയും
നമുക്ക് ഡ്രസ്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ആ കൊട്ടയാണ് നിങ്ങൾ കണ്ടത്. എന്താ നിങ്ങളുടെ നാട്ടിൽ ആ കൊട്ടയ്ക്ക് പേര് പറയുന്നത് സോപ്പും പെട്ടിയാണ്. സോപ്പ് ഇട്ട് വെക്കാൻ പറ്റിയ ആ പെട്ടിയാണ്. അത് പല മോഡലിലും പല കളറിലും പല ഡിസൈൻസിലും ഒക്കെ ഇവിടെ ഉണ്ട്. പല കമ്പനിയുടെയും ഒക്കെ ഇവിടെ ഉണ്ട്. പല പല കളറല്ല വെറൈറ്റി കളറുകളും വെറൈറ്റി ഐറ്റംസുകളും. ഇത് സ്റ്റാൻഡാണ്, ഗ്ലാസ് ഒക്കെ വെക്കാൻ പറ്റിയ ഡബിളുമ്പോൾ ഗ്ലാസ് വെക്കാൻ പറ്റിയ സ്റ്റാൻഡാണ്. സ്റ്റാൻഡാക്കുന്ന പാത്രമാണ്. ഇത് ചീൻചട്ടിയാണ്. ചീൻചട്ടി ചെറുതും വലുതൊക്കെ പുട്ടും കുറ്റിയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. പിന്നെ പാത്രങ്ങൾ എല്ലാ ഐറ്റംസുകളൊക്കെയാണ് ഇവിടെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ഐറ്റംസ് ഉണ്ട്. സ്റ്റീലിൻ്റെ കപ്പ്, കോപ്പ, അങ്ങനത്തെ കാണുന്നത് ഗ്ലാസ്സാണ് കാണുന്നത്. ഉള്ളിൽ സ്റ്റീലും പുറത്ത് കളറുകളായിട്ടുള്ളതാണ്. പച്ച, നീല, മഞ്ഞ, റോസ് അത് കളറുകളായിട്ടുള്ളതാണ് നിങ്ങൾ ഈ കാണുന്നത്. സ്റ്റാൻഡാണ്. അതിന് നമുക്ക് ബ്രഷ് ഇതൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ സ്റ്റാൻഡ് തന്നെയാണ്. ബ്രഷ്, പേന, എന്ത് ഐറ്റംസ് ആണെങ്കിലും നമുക്ക് അതിന് ഇട്ട് വെക്കാം. സ്പൂണ് ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇട്ടിട്ട് ഇവിടെ വെക്കാം. അങ്ങനത്തെ സ്റ്റാൻഡാണ് ഇതുള്ളത്. ചെറിയൊരു നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണുമ്പോൾ തന്നെ. വന്നവർക്കറിയാം ഇവിടെ എന്തൊക്കെ ഐറ്റംസുകളാണ് ഉള്ളതെന്ന്. നല്ല ഭംഗിയും നല്ല ഐറ്റംസുകളാണ് ഇവിടെ ഉള്ളത്. ഈ കാണുന്നത് കുക്കറാണ്. പിന്നെ പല സ്റ്റീലിൻ്റെ കുക്കറുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള കുക്കറാണ് നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങൾ കമൻറ്റ് എന്തായാലും അറിയിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് വീഡിയോസ് കാണുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ ഒന്നാമത്തെ നിലയിലേക്ക് വന്നിരിക്കുകയാണ്. ഒന്നാമത്തെ ഇതിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ ജ്യൂസ് ഐറ്റംസുകളും ഒക്കെയാണ് നിങ്ങൾ ആദ്യം കണ്ടത്. പൊടി ഐറ്റംസുകളും മുളകാണ്, ചായപ്പൊടി, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് ഇതിൽ കാണുന്നത്. പാൽപ്പൊടി, ചായപ്പൊടി, ഐസ്ക്രീം, അച്ചാറുകൾ, അങ്ങനത്തെ ഐറ്റംസിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അച്ചാർ, പേസ്റ്റ്, കോൾഗേറ്റ്, അങ്ങനത്തെ ഐറ്റംസുകളാണ് നിങ്ങൾ കാണുന്നത്. നല്ല ഐറ്റംസുകളാണ്. അതായത് നല്ല കടല, ചെറുപയർ, അങ്ങനത്തെ ഐറ്റംസുകളാണ്. കടല, ചെറുപയർ, അങ്ങനെ പല ഉള്ള ഐറ്റംസുകളൊക്കെ പാക്കാക്കിയിട്ടുള്ളതാണ്. കടല, അതൊക്കെ ഇത് മുളകാണ്, ഉണക്കൽ മുളക് ആണ് ഈ കാണുന്നത്. ഉണക്കൽ മുളകാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റേറ്റാണ് ഇപ്പോൾ ഇന്ന് കാണുന്നത്. ഐറ്റംസ് പൊടികളും ഇതൊക്കെ ഇവിടെ ഉണ്ട്. ജ്യൂസ് ഐറ്റംസ്, പൊടികൾ, കടലകൾ, പച്ചക്കടല, നമ്മൾ ഈ കറി വെക്കുന്ന കടല, മുളകാണ് ഈ കാണുന്നത്. അതിൻ്റെ റേറ്റാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്.
ജ്യൂസ് ഐറ്റം പറഞ്ഞാൽ ഫ്രൂട്ടികളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ജ്യൂസ് ഐറ്റംസുകളാണ് കാണുന്നത്. ഇത് ബേക്കറിയാണ്. മിക്സ്ചർ, നുറുക്ക്, അങ്ങനത്തെ ബേക്കറി ഐറ്റംസുകളാണ്. ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ബേക്കറി, വാഴക്ക ചിപ്സ്, പിന്നെ മിക്സ്ചർ, മറ്റേ ചിപ്സുകൾ അങ്ങനത്തെ ഐറ്റംസുകളാണ് ഇവിടെ കാണുന്നത്. പാൽപ്പൊടി, അത് പല ഇതും ഇവിടെ കാണുന്നുണ്ട്. ഓരോ പൊടി ഇത് കുട്ടികൾക്ക് എന്തായാലും ഇവിടെ വന്നാൽ ഇഷ്ടമാവുന്നില്ല. എന്തായാലും കുട്ടികളിത് വാങ്ങും. പിന്നെ മിഠായികളും പല സൈസുള്ള മിഠായികൾ, ഐസ്ക്രീം, ബിസ്ക്കറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇവിടെ ഉള്ളത്.